വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയായി ഇടതുമുന്നണി നിശ്ചയിച്ചിരിക്കുന്നത് എം മുകേഷിനെ. നിലവിൽ 2 തവണയായി നിയമസഭയെ അദ്ദേഹം കൊല്ലം നിയോജക മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തി. അവിടെ അദ്ദേഹത്തിൻ്റെ ഓരോ വർഷവും പ്രവർത്തിച്ചു വരുന്നതിൻ്റെ എങ്ങനെയാണെന്നൊരു കലണ്ടർ മുന്നോട്ട് വെച്ച് അതൊരു പുതിയ മാതൃക തീർത്താണ് അദ്ദേഹം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലോക്സഭയിലേക്കാണ് അദ്ദേഹത്തിന് ഇനിയുള്ള ഒരു ഊഴം. അതിൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാനുണ്ടാവും. ദേശീയ പൊളിറ്റിക്സിലേക്കാണ് എം മുകേഷ് എന്ന് പറയുന്ന സിനിമാ നടൻ കൂടിയായിട്ടുള്ള ആ സ്ഥാനാർത്ഥി ഇനി അവിടെ നേരിടാൻ പോകുന്നത്. ദേശീയ പൊളിറ്റിക്സ് എത്രമാത്രം അത് ഉൾക്കൊള്ളുന്നുണ്ട്, ഇന്നത്തെ ഒരു സെനാറിയോ, ഒരു രാഷ്ട്രീയ ഒരു അന്തരീക്ഷത്തിൽ ദേശീയ പൊളിറ്റിക്സിൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറയാനും കാണും. അല്ല, ദേശീയ പൊളിറ്റിക്സ് ആണെങ്കിലും ഇനി സംസ്ഥാന പൊളിറ്റിക്സ് ആണെങ്കിലും ഒക്കെ എൻ്റെ തീരുമാനങ്ങൾക്ക് ഒരു പ്രത്യേക മാനദണ്ഡമുണ്ട്. 7.5 കൊല്ലം മുമ്പ് വളരെ സജീവമായി ഞാൻ സിനിമയിൽ നിന്നപ്പോൾ കൊല്ലം നിയോജക മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരണം എന്ന് പറഞ്ഞപ്പോൾ ഒരു കൊല്ലംകാരൻ എന്ന നിലയിൽ, കൊല്ലത്തെ ഇത്രയും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയിൽ, കൊല്ലത്തിൻ്റെ എന്നിലൂടെ ഞാൻ നിമിത്തമായിട്ട് എൻ്റെ പ്രയത്നം കൊണ്ടുകൂടി കൊല്ലത്തിന് ഏതെങ്കിലും തരത്തിലുള്ള വികസനമോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ അതിന് നോ പറയാൻ എനിക്ക് പറ്റില്ല. അതല്ലാതെ ഞാൻ ഈ കൊല്ലത്ത് വരുന്നതിന് മുമ്പ് സത്യസന്ധമായി പറഞ്ഞാൽ മറ്റൊരു സ്ഥലത്തായിരുന്നു, വേറൊരു ജില്ലയിലായിരുന്നു എന്നെ ആദ്യം എന്നോട് റിക്വസ്റ്റ് ചെയ്തത്, അവിടെ നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തിന് നിൽക്കണം, എനിക്ക് അവിടെ നിൽക്കേണ്ട ഒന്നാമത് ഞാൻ അവിടെ കുറച്ച് നാൾ അവിടെ നിന്ന് താമസിച്ചു എന്നുള്ളതല്ലാതെ ഹൃദയത്തിൽ നിന്നും ആ ഒരു വരവുണ്ടാവത്തില്ല. ഞാൻ അത് സ്നേഹപൂർവ്വം നിരസിക്കാനുണ്ടായത്. പിന്നീടാണ് പ്രത്യേക ഒരു സാഹചര്യത്തിൽ കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ശരിക്കും വീക്ക്നെസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അങ്ങനെ 7.5 കൊല്ലമായിട്ട് ഇവിടെ MLA ആയിട്ട് നിൽക്കുന്നു. ആദ്യത്തെ ടേം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ഇലക്ഷൻ വന്നപ്പം നമുക്കെല്ലാവർക്കും അറിയാം, സിനിമാ നടനായതുകൊണ്ട് ഒരു മുൻവിധി. ഇദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്നു, TV-യിൽ പോകുന്നു, മറ്റുള്ള രാജ്യങ്ങളിൽ പോകുന്നു, സ്റ്റേറ്റ് വിട്ടു പോകുന്നു. ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ MLA സ്ഥാനത്ത് ഇരിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ടൊരു മുൻവിധിയോടുകൂടി ഇവരെല്ലാവരും വേറൊന്നും പറയാനില്ല, അഴിമതി പറയാനില്ല, മതേതരത്വം ഇല്ലാതാക്കും പറയാനില്ല, സ്വജനപക്ഷപാതം പറയാനില്ല, ഒരു തരത്തിലും ഒന്നും പറയാനില്ലാത്തപ്പം ഒരു ഭയങ്കര ആലോചനയ്ക്ക് ശേഷം ഇയാൾ കൊല്ലത്ത് കാണത്തില്ല എന്നുള്ള ഒരു ന്യായമായിട്ട് വന്നിട്ട് ട്രോളാണ് അത് പൊളിഞ്ഞടുങ്ങി. എന്നിട്ട് രണ്ടാമത്തെ ഇലക്ഷന് സെക്കൻഡ് നിന്നപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ എല്ലാ പത്രക്കാർ നിൽക്കുമ്പോൾ തന്നെ ഞാൻ എല്ലാവരോടും ആയിട്ട് ഒരു ചലഞ്ച് വെച്ചു. എൻ്റെ കൂടെ വന്നാൽ എൻ്റെ സ്വന്തം ചെലവിൽ ഈ 1000 മുകളിലുള്ള 1000 കോടിക്ക് മുകളിലുള്ള ഈ ഒരു കൊല്ലത്തിൻ്റെ, ആ കൊല്ലം മണ്ഡലത്തിൻ്റെ മാത്രം വികസനം, പണ്ടൊക്കെ ഇങ്ങനെ അവിടെ വരും, അവിടെയാണ്, ആ ഭാഗത്താണ് നമ്മൾ വരുത്താൻ പോകുന്നത്, അതൊന്നും അല്ലാതെ തൊട്ട് കാണിച്ചു തരാം എവിടെയാണ് വികസനം വരുത്തിയത്, ഇനി എന്താണ്, എത്ര നാളിനകം അടുത്ത ഇത് ഉദ്ഘാടനം ചെയ്യും, ഇതെല്ലാം പറഞ്ഞിട്ട് ഇതുവരെയായിട്ടും ആരും ആ ചലഞ്ച് ഏറ്റെടുത്തില്ല. കാര്യം ഏറ്റെടുത്താൽ കാണിക്കുമെന്നറിയാം. ഇപ്പോൾ 2.5 കൊല്ലമായിട്ട് ഏതൊക്കെ തരത്തിൽ ഇതിനൊക്കെ സത്യസന്ധമായിട്ട് ഞാൻ പറയാം, ഞാൻ MLA എന്നുള്ള എൻ്റെ MLA സ്ഥാനം മാത്രമല്ല, അതിൻ്റെ പിന്നിലുള്ള എൻ്റെ സിനിമയുടെ ശക്തി കൊണ്ട് തന്നെയാണ് ഞാൻ എന്തെങ്കിലും നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഭൂരിപക്ഷം കാര്യങ്ങളും അവർക്ക്. ഇപ്പം ഒരു പ്രാവശ്യം ധനവകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹം ഓഫീസിൽ രാവിലെ മുതൽ വന്നിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നോ എന്ന് പറയുന്നത്. അത് മുകേഷ് എന്നുള്ള വ്യക്തിക്കല്ല ആ നോ പറയാതിരിക്കാൻ പറ്റുന്നത്, മുകേഷ് എന്ന കലാകാരനാണ്. അപ്പോൾ കലാകാരന്മാർ, സിനിമയിലുള്ള ആൾക്കാർ, സാഹിത്യകാരന്മാരൊക്കെ ഈ MLAയും MP ആയിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പവുമില്ലെന്ന് തെളിയിക്കുകയും കൂടെ ചെയ്യുക എൻ്റെ ബാധ്യതയായിരുന്നു, എൻ്റെ കടമയായിരുന്നു. അപ്പോൾ ഇപ്പോൾ നാഷണൽ ലെവലിലേക്ക് പോകുമ്പോഴത്തേക്കും സെയിം മാനദണ്ഡമാണ്, സെയിം വികാരമാണ്. കൊല്ലം 7 നിയോജക മണ്ഡലം കൂടെ ചേർന്ന് കൊല്ലം ജില്ലയായി എന്ന് മാത്രമാണ് അതിനൊരു വ്യത്യാസം. തീർച്ചയായിട്ടും കൊല്ലം എൻ്റെ ഈ കൊല്ലം മണ്ഡലം നിയമസഭാ മണ്ഡലത്തിന് അതേപോലെ തന്നെ കൊല്ലം ജില്ലയും ഞാൻ സ്നേഹിക്കുന്നുണ്ട്, കൊല്ലംകാരനാണ്. നമ്മളിപ്പോൾ കൊല്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊല്ലത്ത് എവിടെയാണെന്ന് പോലും ചോദിക്കേണ്ട, കൊല്ലം മതി. അപ്പോൾ അങ്ങനെയുള്ള ഒരു വളരെ ആത്മാർത്ഥമായിട്ടുള്ളൊരു സമീപനം
എൻ്റെ മനസ്സിൽ കളങ്കമില്ലാതെ യാതൊരു തരത്തിലുള്ള കള്ളത്തരങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകാനുള്ള ഒരു വലിയ ആത്മവിശ്വാസം എനിക്കുണ്ട്, ഒരു പ്രതിജ്ഞ എനിക്കുണ്ട്. അത് നിയോജക മണ്ഡലം മാത്രമല്ല, ഇനി മറ്റു മണ്ഡലങ്ങളിലേക്ക് നിയോജക മണ്ഡലം കൂടി പോകാൻ പോവാണ് വോട്ട് ചോദിച്ച്. അല്ല, അത് ഞാൻ പറഞ്ഞ അത് കൊല്ലം ജില്ലയാണല്ലോ. കൊല്ലം ജില്ല എന്ന് പറയുന്നത് നമ്മുടെ വലിയ വികാരമാണ്. അത് കൊല്ലംകാർക്കും അറിയാം. ഞാൻ പല സന്ദർഭങ്ങളിലും മറ്റുള്ള കൊല്ലം ജില്ലയിലുള്ള മറ്റ് നിയോജക മണ്ഡലങ്ങളെല്ലാം പോകുമ്പം അവർ കൊല്ലംകാരൻ എന്നുള്ള രീതിയിലും കലാകാരൻ എന്ന രീതിയിലും എനിക്ക് തരുന്ന ആവേശകരമായിട്ടുള്ള സ്നേഹം കാണുമ്പോൾ തീർച്ചയായും അതിന് എന്തെങ്കിലും ഞാൻ തിരിച്ചു നൽകണം ഈ ജന്മത്ത് തന്നെ. അതുകൊണ്ട് കൂടുതൽ വാശിയോടെയും കൂടുതൽ സ്നേഹത്തോടെയും അവരെ സമീപിക്കും. കൊല്ലത്തിനെ സമീപിക്കാനുള്ള ഒരു ഭയങ്കരമായ മനസ്സ് എന്നിൽ ഇപ്പോൾ തന്നെ ഉണ്ടെന്നുള്ളത് എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഇന്നത്തെ ഒരു ദേശീയ പൊളിറ്റിക്സ് അറിയാമല്ലോ, വർഗീയവാദത്തിൻ്റെയും അങ്ങനെയൊക്കെയുള്ള പല പേടി സ്വപ്നത്തിലാണ് ഒരു മതന്യൂനപക്ഷങ്ങളും ഒക്കെ തന്നെ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്, അവർക്ക് എന്ത് സന്ദേശമാണ് നൽകാൻ പോകുന്നത്? അല്ല, അത് കേരളം നൽകുന്ന സന്ദേശം തന്നെയാണ്. കേരളത്തിലെ LDF ഗവൺമെൻറ്റിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പുണ്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ സിനിമാ നടനായത്, ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ സിനിമാ നടനായത് ഒരു ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ സഹായത്തോടെ അല്ല. എല്ലാവരുടെയും സ്നേഹം, എല്ലാവരുടെയും പ്രോത്സാഹനം. അതിനകത്ത് ജാതി മത ചിന്തകൾ, പ്രാദേശികത്വം, രാഷ്ട്രീയം ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേരളത്തിൽ പെട്ടെന്ന് ഞാൻ ഇതെല്ലാം കുറേയൊക്കെ നേടിക്കഴിഞ്ഞതിന് ശേഷം ഇനി എനിക്ക് കുറച്ച് ആൾക്കാരുടെ പിന്തുണ മതി കേട്ടോ എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു സ്ലോഗനാണ് കേരളത്തിൻ്റെ സ്ലോഗൻ. കാര്യം എന്താണോ ഇന്ത്യ എങ്ങനെയാകണോ ആകേണ്ടത് അത് കേരളത്തിനെ കണ്ട് പഠിക്കണം. ഇവിടെ എല്ലാവർക്കും സമമാണ്. ഇവിടെ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളോ വിധ്വംസ പ്രവർത്തനങ്ങളോ നടത്താൻ നോക്കിയാലും കേരളത്തിൽ അത് വില പോകില്ല. അതേ മാനദണ്ഡം, അതേ ചിന്ത ടോട്ടലായിട്ട് ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. തിരിച്ചു കൊണ്ടുവരണം. അതിനുവേണ്ടിയുള്ള പ്രയത്നം കൂടിയാകും ഈ നാഷണൽ കേരള മോഡൽ. എല്ലാ തരത്തിലും പറഞ്ഞു വരുമ്പം എല്ലാത്തിനും നമ്പർ 1 കേരളം, നമ്പർ 1 കൊല്ലം. ടോട്ടാലിറ്റി വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ വികസനമില്ല. എന്തുകൊണ്ട് വികസനമില്ല? അതൊക്കെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജന്തർ മന്ദറിൽ നടന്ന ആ പ്രതിഷേധ മാർച്ച്, ഞാൻ ശരിക്കും പറഞ്ഞാൽ നിയമസഭയിൽ വെച്ചിട്ട് എനിക്ക് ഈ പ്രതിപക്ഷത്തിനെ കണ്ടപ്പോൾ സങ്കടം തോന്നി. അവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്. അവർ മിസ് ചെയ്തു കേരളത്തിന് വേണ്ടി നിൽക്കാൻ, മതേതരത്വത്തിന് വേണ്ടി നിൽക്കാൻ, ഫെഡറലിസത്തിന് വേണ്ടി നിൽക്കാൻ, എല്ലാ ഒരുമയോടുകൂടി ഈ ഫാസിസത്തിനെതിരെ നിൽക്കാനുള്ള ഒരു സുവർണാവസരമാണ് അവർ ചെറിയ കാരണങ്ങൾ കണ്ടിട്ട് വേണ്ട എന്ന് പറഞ്ഞത്. അത് ജീവിതകാലം മുഴുക്ക അവർക്ക് ഒരു നഷ്ടമായിരിക്കും. എത്ര ആവേശമായിരുന്നു, ഏതൊക്കെ തരത്തിൽ പുറത്തു വന്ന് കേജ്രിവാളും പിന്നെ പഞ്ചാബ് മുഖ്യമന്ത്രിയും പിന്നെ ഫറൂഖ് അബ്ദുള്ളയും കപിൽ സിബലും സ്റ്റാലിനും ഒക്കെ വന്ന് എത്ര വികാരോജ്വലമായ കാര്യം. അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു വലിയ മുന്നേറ്റമായിരുന്നു. അതല്ല ഇവർ മിസ് ചെയ്യുന്നില്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് സങ്കടമുണ്ട്. കാര്യം ഇവർ നിൽക്കണം, ഇവരും വേണം നമുക്ക്. പക്ഷെ അതിങ്ങനെ ചെറിയ ചെറിയ കാരണങ്ങൾ കണ്ടെത്തി പോകാതെ ഒറ്റക്കെട്ടായിട്ട് കേരളം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത്. കൊല്ലത്തുകാർക്ക് ഇപ്പോൾ അങ്ങ് വീണ്ടും ലോക്സഭയിലേക്ക് പോകുമ്പോൾ കൊല്ലത്തുകാരുടെ ഒരു MLA എന്ന് പറയുന്ന ആ ഒരു വികാരവും കൂടി ഉണ്ടല്ലോ. ഇന്ന് തന്നെ പലരും പറയുന്നുണ്ടായിരുന്നു, അയ്യോ കൊല്ലം മുകേഷ് വേറെ, അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു. അല്ല, ഇനിയിപ്പോൾ എവിടെ പോയാലും ശരി, ഇനിയിപ്പം MP അല്ല MLA അല്ലെങ്കിലും എൻ്റെ നാട്, ഞാൻ കണ്ട് വളർന്ന, ജീവിച്ച് വളർന്ന ഈ നാടിനെ വിട്ടിട്ട് എനിക്കൊരു കളിയില്ല. കാര്യം അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊല്ലത്തെ മാത്രമല്ല ഞാൻ സ്നേഹിക്കുന്നതെന്ന് തെറ്റിദ്ധരിക്കരുത്. മലയാളി എവിടെയുണ്ടോ, ലോകത്ത് ഏത് ഭാഗത്ത് ചെന്നാലും ഏത് സ്ഥലത്ത് ചെന്നാലും ഒരാളുടെ ചിരി കാണുമ്പോൾ എനിക്കറിയാം കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്താണ്. അവിടെ നിൽക്കുകയാണ് നമ്മൾ. പിന്നെ ഒരു ഇഞ്ച് നീങ്ങണമെന്നുണ്ടെങ്കിൽ അവരോട് സംസാരിച്ച് അവർക്ക് എന്തെങ്കിലും എന്നെക്കൊണ്ട് ആവശ്യമുണ്ടോ എന്ന് അറിഞ്ഞതിന് ശേഷമാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത്രമാത്രം ഒരു വികാരം കേരളത്തിന് വേണ്ടി എനിക്ക് വളരെ ചെറിയ പ്രായം മുതലേ ഉണ്ട്. നരേന്ദ്രമോദി വിളിച്ചാൽ ഇനി ഭക്ഷണം കഴിക്കാൻ പോകുമോ? അതിനെപ്പറ്റിയൊക്കെ അതൊക്കെ അവർ തീരുമാനിച്ചോട്ടെ. ഞാൻ പറയുന്നത് ശരിയല്ല.
അപ്പോൾ വീണ്ടും ഒരു ലോക്സഭാ ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയെക്കുറിച്ചൊന്നും എതിർ സ്ഥാനാർത്ഥികളെ കുറിച്ചൊന്നും നമ്മൾ ചോദിക്കുന്നില്ല, അദ്ദേഹം അതിനെക്കുറിച്ച് പറയുകയില്ല. അത് വേറെ, അത് രാഷ്ട്രീയ അതിൽ അല്ലേ, അങ്ങനെയല്ലേ? അല്ലേ? തീർച്ചയായിട്ടും വ്യക്തിഹത്യ സ്ഥാനാർത്ഥിയാണെങ്കിലും അല്ലെങ്കിലും അത് നമ്മുടെ അജണ്ടയിലുള്ളതല്ല. രാഷ്ട്രീയം പറയും, രാഷ്ട്രീയം പറയും നാച്ചുറലി. അവരത് എനിക്ക് ശരിയെന്ന് തോന്നിയ രാഷ്ട്രീയം ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ രാഷ്ട്രീയത്തിൽ നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതാണ് അതിൻ്റെ മാന്യത. ഒരു സെൽഫ് റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ ബഹുമാനം എന്നൊക്കെ പറയുന്നത് അത് കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് എം മുകേഷ്. അതുകൊണ്ട് തന്നെ ലോക്സഭയിലേക്ക് അദ്ദേഹം മത്സരിക്കുമ്പോൾ ആ ജനങ്ങളുടെ ആ ഇഷ്ടം മുഴുവനും സ്വീകരിച്ചുകൊണ്ട് തിരികെ ആ ഇഷ്ടം നൽകിക്കൊണ്ട് കഥ പറയുന്ന മനുഷ്യൻ കൂടിയാണ്. എവിടെ ചെന്നാലും കഥ പറഞ്ഞ മനുഷ്യൻ്റെ ആ നൊമ്പരങ്ങൾ മാറ്റി അല്പസമയം അവരെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയി കയ്യിലെടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇനി കൊല്ലം ലോക്സഭാ മണ്ഡലവും അദ്ദേഹം കയ്യിലെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൊല്ലത്ത് നിന്ന് ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.